പി കെ നവാസ്, സുജിത് ദാസിനെ കുറിച്ച് നമ്മൾ പലതും കേട്ടിരുന്നു, പലതും പക്ഷേ പുറത്ത് നമ്മൾ ആ രീതിയിൽ കേട്ടതൊന്നും അതേപടി നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ ടെലിഫോൺ സംഭാഷണം കേൾക്കുമ്പോൾ താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ MLA നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആഭ്യന്തര വകുപ്പിനുള്ളിലുള്ള നാഥനില്ല കളരിയാണ് ആഭ്യന്തര വകുപ്പ് എന്നുള്ളൊരു പ്രതീതി ശക്തമാവുന്നു. അവസാന കാലഘട്ടം വരെയും താൻ MLAക്ക് കടപ്പെട്ടിരിക്കാമെന്ന് പറയുന്ന സുജിത് ദാസിൻ്റെ ഗതികേടിനെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്? പി കെ നവാസ്, എന്താണിത് കേൾക്കുമ്പോൾ താങ്കൾക്ക് തോന്നുന്നത്? ശ്രീ അരുൺകുമാർ, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഞെട്ടലും തോന്നുന്നില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ മലപ്പുറത്ത് പത്രസമ്മേളനം വിളിച്ച് സുജിത് ദാസ് IPS മലപ്പുറം ജില്ലാ SP ആയിരിക്കുന്ന സമയത്ത് ഈ വിവരങ്ങൾ വിളിച്ചു പറഞ്ഞ ആളുകളാണ് ഞങ്ങൾ. അന്ന് ഭരണപക്ഷ MLAമാരായിട്ടുള്ള ഈ ജില്ലയിലെ MLAമാർ ഉൾപ്പെടെ പറഞ്ഞത് പ്രതിപക്ഷത്തിൻ്റെ ആരോപണമാണ് എന്നാണ്. ഞങ്ങൾ കൃത്യമായി പറഞ്ഞു, ഈ മരമുറി കേസ് ഇന്നുണ്ടായ ഒരു കാര്യമല്ലല്ലോ. ഒരു വർഷം മുമ്പ് റിപ്പോർട്ടർ ചാനലിൻ്റെ ലൈബ്രറി എടുത്ത് നിങ്ങൾ പരിശോധിക്കുക. ഒരു വർഷം മുമ്പ് ഞങ്ങൾ പറഞ്ഞു, ഒരു മരമുറി കേസിൽ ആരംഭിക്കുകയോ ഒരു മരമുറി കേസിൽ അവസാനിക്കുകയോ ചെയ്യുന്ന ഒന്നല്ല. കസ്റ്റഡി കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ, SP-ക്ക് പങ്കുണ്ട്. എന്തിനേറെ ഒരു ഇവിടുത്തെ ഒരു ASI ശ്രീകുമാർ, അദ്ദേഹം ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ആത്മഹത്യാക്കുറിപ്പിൽ SP-യുടെ പേരുണ്ട്. ഞങ്ങൾ പറഞ്ഞു, ഞാൻ പറയട്ടെ, നേരത്തെ MLA ഇവിടെ പറഞ്ഞല്ലോ, കരിപ്പൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിൽ ADGP-ക്ക് പങ്കുണ്ട് എന്ന്. ഞങ്ങൾ ADGP-യുടെ പേര് ഞങ്ങൾ പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇവിടുന്ന് ലോക്കൽ പോലീസ് മുതൽ SI, CI, അതുപോലെ തന്നെ DYSP മുതൽ SP വരെയുള്ള കണക്കുകൾ ഞങ്ങൾ വിളിച്ചു പറഞ്ഞതാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നു ADGP-ക്ക് പങ്കുണ്ട്. അത് ആര് പറഞ്ഞതാണ്? സുജിത് ദാസ് പറഞ്ഞതാണ്. ADGP-യിൽ നിൽക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ADGP-യെ നിയന്ത്രിക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണ് എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ഇതിനകത്ത് കൃത്യമായ നെക്സസ് പ്രവർത്തിക്കുന്നു എന്ന് പ്രതിപക്ഷം നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്. ഇപ്പോൾ ഇതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്, ഒരു ഭരണപക്ഷ MLA തന്നെ അതിനെ അംഗീകരിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരുന്നു എന്ന് പറയുന്നതാണ് അതൊരു സവിശേഷതയായി എനിക്ക് തോന്നുന്നത്. ഞാൻ മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കട്ടെ. കഴിഞ്ഞ 1.5 മാസം മുമ്പാണ് മലപ്പുറം ജില്ലയിലെ ഏക മന്ത്രിയായിരുന്ന V അബ്ദുറഹ്മാൻ പോലീസ് അസോസിയേഷൻ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്, മലപ്പുറം ജില്ലയിൽ ക്രമാതീതമായി കേസുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. ഇതും ഞങ്ങൾ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് അരുൺകുമാർ, ഞങ്ങൾ പറയും, ഞങ്ങൾക്കൊരു പ്രത്യേകിച്ചൊരു ഞെട്ടലും തോന്നാത്തത്, മലപ്പുറത്ത് നിന്ന് സുജിത് ദാസ് IPS-നെ പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്ന സമയത്ത് മലപ്പുറം ജില്ലയിൽ അവർ രൂപീകരിച്ചിട്ടുള്ള ഒരു നെക്സസ് ഉണ്ട്. ഇപ്പോഴും നിങ്ങൾ പരിശോധിക്കുക, മരമുറി കേസിൽ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നിടത്ത്, താന്നൂർ ബോട്ട് അപകടം നടന്നിടത്ത് അവിടെയൊക്കെ ഇരിക്കുന്ന പോലീസുകാർ ആരാണ്? നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു സ്വകാര്യമായി അന്വേഷണം നടത്തി നിങ്ങൾ റിപ്പോർട്ട് TVയുടെ ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസത്തിൻ്റെ ക്യാമറകൾ അങ്ങോട്ട് ചെല്ലട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞു, എടപ്പണ്ണയിലെ ശ്രീകുമാർ എന്ന് പറയുന്ന ASI ആത്മഹത്യ ചെയ്തത് അതൊരു ആത്മഹത്യയല്ല, ആത്മഹത്യ കുറിപ്പുണ്ടായിരുന്നു, അതൊരു കൊലപാതകമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. ആ സ്റ്റേഷനിൽ ഇരിക്കുന്ന പോലീസുകാർ ആരൊക്കെയാണ്? ഒരു നിലക്കും ഈ കേസുകൾ പുറത്തു വരാതിരിക്കാൻ കഴിയും വിധം പോലീസിലെ തൻ്റെ ഇഷ്ടക്കാരെയും തന്നെ അംഗീകരിക്കുന്നവരെയും കൃത്യമായി വിന്യസിച്ചിരിക്കുന്നു സുജിത് ദാസ്. അവിടെ ADGP-യുമായി ബന്ധപ്പെട്ട് MLA-യുമായി ബന്ധപ്പെട്ട് സംസാരിച്ച സംഭാഷണത്തിൽ ചില അഭിപ്രായ ധ്വനികൾ നമ്മൾ കേൾക്കുന്നു. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ADGP-യുമായി സുജിത് ദാസിന് അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അത് എവിടെ രൂപപ്പെട്ടുവെന്നും ഏത് കച്ചവടത്തിലെ ലാഭക്കച്ചവട നഷ്ടത്തിൻ്റെ കണക്കിലാണ് അവർ തമ്മിൽ തെറ്റിയത് എന്നും അവർ തന്നെ പറയണം. ഒരുമിച്ചായിരുന്നു ഈ ലാഭക്കച്ചവടം. കരിപ്പൂർ എയർപോർട്ടുമായി കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്ന സമയത്ത് ഞങ്ങൾ അന്ന് പറഞ്ഞു, സ്വർണ്ണക്കള്ളക്കടത്ത് കേസുകൾ പിടിക്കുന്നു എന്ന് വ്യാജേന ഉണ്ടാക്കി ഇവിടെ ഏറ്റവും സുഖകരമായി ഇത് നടത്തിക്കൊണ്ടുപോകാൻ 1-2 ആളുകൾക്ക് മാത്രം സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് ഇവർ ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഭരണപക്ഷം മുഴുവൻ ഞങ്ങൾ ആക്ഷേപിച്ചു. പ്രതിപക്ഷത്തിന് ആക്ഷേപമാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഓരോന്നോരോന്ന് വസ്തുതാപരമായി പുറത്തു വരുന്നു. ആ പുറത്തു വരുന്നത് കൂട്ടുകച്ചവടത്തിൻ്റെ ലാഭനഷ്ട കണക്കുകളിൽ നഷ്ടമുള്ളവർ തമ്മിൽ തെറ്റിയപ്പോഴുള്ള കണക്കുകൾ പുറത്തു വരികയാണ് ഉണ്ടാകുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ശ്രീ അരുൺകുമാർ, എനിക്ക് അത്ഭുതകരമായി തോന്നിയത്, ഇവിടെ MLA സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു വാചകമുണ്ട്, മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയും മന്ത്രിമാരെയും ഒക്കെ നാണം കെടുത്തുകയാണ് ഈ ADGP ചെയ്യുന്നത് എന്ന്. ഞാൻ ചോദിക്കട്ടെ, ADGP-യെ നിയന്ത്രിക്കുന്ന ആരാണ്? ഈ നിങ്ങൾ തന്നെ പറയുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയാണ് എന്ന്. അപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്തിരുന്നു കൊണ്ട് തന്നെ ഒരു സംഘം കേരളത്തിലെ പോലീസ് സംവിധാനത്തെ ഗവൺമെന്റിനെതിരെ ഉപയോഗിക്കുന്നു എന്നാണോ MLA പറയുന്നത്? അത് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ഇത്തിരി പ്രയാസമുണ്ട്. ഞങ്ങൾ പറയുന്നത്, ഇവിടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുണ്ടോ? ആര് ആഭ്യന്തര വകുപ്പ് മന്ത്രി? ഇവിടുത്തെ ശശിയാണോ ആഭ്യന്തര വകുപ്പ് മന്ത്രി? ഇവിടുത്തെ DGP ആരാണ്? അജിത് കുമാർ ആണോ? മറുപടി പറയുന്നത് ഗവൺമെന്റ് ആണ്. സമഗ്രമായി അന്വേഷണം നടത്തുന്ന വിഷയത്തിൽ ഞാൻ പറയട്ടെ, ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുൻപ് മലപ്പുറം ജില്ലക്കകത്തും പുറത്തുമുള്ള പല സാധാരണ പോലീസുകാരെ ഞങ്ങൾ വിളിച്ചു, പീഡനങ്ങളുടെ കഥ കേട്ട്. പ്രിയപ്പെട്ട അരുൺകുമാർ, നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസം പോലീസ് സ്റ്റേഷന്റെ വരാന്തയിലേക്ക് നിങ്ങൾ ചെന്നാൽ കരയുന്ന കണ്ണുകളുമായി പോലീസുകാർ കാത്തിരിക്കുന്നുണ്ട്. അവിടെ അവരുടെ വേദനകളുണ്ട്. ഒരുപക്ഷെ ലീവ് ചോദിച്ചാൽ അതുപോലും നൽകാതെ നിരന്തരമായി പീഡിപ്പിക്കുന്ന കഥകൾ. നേരത്തെ താന്നൂർ കസ്റ്റഡി കൊലപാതക കേസിൽ ആരൊക്കെയാണ് സസ്പെൻഷനിലായത്? യഥാർത്ഥ പ്രതികൾ ആരായിരുന്നു?
അത് ഏറ്റവും കൂടുതൽ ഫോളോ അപ്പ് ചെയ്ത റിപ്പോർട്ടർ ചാനലാണല്ലോ. നിങ്ങൾക്കറിയാലോ, പ്രതികളുടെ ശബ്ദരേഖകൾ പോലും പുറത്തു വന്നിട്ട് അവർ പ്രതികളാവാതെ നിരപരാധികളായ പോലീസുകാരെ പ്രതികളാക്കി സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് ഈ സുജിത് ദാസ് IPS നേതൃത്വത്തിലാണ്. വലിയൊരു നെക്സസ് പ്രവർത്തിക്കുന്നു. വലിയൊരു കറക്ക് കമ്പനിയുടെ കഥയാണ് പുറത്തു വരുന്നത്. Debate with Arun Kumar.